നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് പിടികൂടിയ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയ MLA പ്രതിഭയുടെ മകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതും പുക വലിക്കുന്നത് വലിയ തെറ്റാണോ എന്ന രീതിയിലുള്ള സന്ദേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രചരിച്ചു എന്ന രീതിയിൽ സൈബർ ആക്രമണമൊക്കെ തന്നെ നേരിടുന്നതും നമുക്കറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ അഡ്വക്കേറ്റ് ജി ഗോപിദാസ് പങ്കുവച്ച ഒരു കുറിപ്പാണ് വളരെ ശ്രദ്ധേയമായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുകയുമാണ്. ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വലിച്ചു വളരുക. കുട്ടികളല്ലേ, കൂട്ടുകൂടി വലിച്ചു കാണും. വലിയ കാര്യമാക്കേണ്ടതുണ്ടോ? കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിനും വലിച്ചതിനും പിടിയിലായ പ്രതിഭ MLAയുടെ മകന്റെ വലിയെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളാണിങ്ങനെ: പുകലഹരിയുടെ ഏറ്റവും വിനാശകരമായ കഞ്ചാവ് വലിയിൽ പ്രതിഭയുടെ മകന്റെ പ്രതിഭാവിലാസം വാഴ്ത്താൻ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നത് സാക്ഷാൽ MT വാസുദേവൻ നായരെ. MT കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നുവെന്നും മന്ത്രി അനുസ്മരിക്കുന്നു. ബീഡി വലിച്ച MT ജ്ഞാനപീഠ ജേതാവായി. അപ്പോൾ കഞ്ചാവ് ബീഡി വലിച്ച പ്രതിഭാപുത്രൻ കുറഞ്ഞപക്ഷം നൊബേൽ സമ്മാന ജേതാവാകുമെന്ന പ്രത്യയശാസ്ത്രപരമായ ശുഭപ്രതീക്ഷയുടെ ഒരാംഗിളും മന്ത്രിയുടെ വാക്കുകളിലൂടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ സാംസ്കാരിക തലം വായിച്ചു വളരുക എന്ന നിലപാട് വിട്ട് വലിച്ചു വളരുക എന്ന പുത്തൻ ആശയ പ്രചരണത്തിന് ഊന്നൽ നൽകാൻ കാലമായിരിക്കുന്നു. മയക്കുമരുന്നിലും സ്ത്രീവിരുദ്ധതയിലും ഫ്രീ സെക്സിലും അഭിരമിച്ചുള്ള ഒരു പുത്തൻ സാംസ്കാരിക കേരളം കെട്ടിപ്പടുക്കാനുള്ള CPMന്റെ ആഹ്വാനമാണ് മന്ത്രിയുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത്. മന്ത്രി ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാവാം, അത് വിട്ടേറെ. അപ്പോൾ പറഞ്ഞതിൽ ഒരു കുന്തവും കുടച്ചക്രവുമില്ല എന്ന് കരുതാൻ വരട്ടെ. CPMന്റെ പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ടതാണെന്ന് നന്നായി അറിയുന്നവർ അതിൻ്റെ നേതാക്കൾ തന്നെയാണ്. കേരളത്തിൻ്റെ സാമൂഹിക നിലപാടുകളിൽ വേരോട്ടം നടത്താൻ പണ്ടേ പോലെ പാർട്ടി നിലപാടുകൾക്ക് കഴിയുന്നില്ല. വിദ്യാഭ്യാസവും ചിന്താശക്തിയുമുള്ള പുതുതലമുറ CPM ആശയങ്ങളെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഒരു പോംവഴി? പുതുതലമുറയുടെ ചിന്തയും സാമൂഹിക ബോധ്യങ്ങളും ഇല്ലാതാക്കുക. അതിന് മയക്കുമരുന്നോളം പോകുന്ന ക്യാപ്സ്യൂൾ മറ്റൊന്നുമില്ല. ആ വഴിക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക അച്ചടക്ക ബോധം തകർത്തെറിയുക എന്നത് CPMന്റെ ജീവാത്മാവിലെ അജണ്ടയായിരിക്കുന്നു. നാട് നശിച്ചാലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയെന്ന ഏക ലക്ഷ്യം വ്രതമാക്കിയ പാർട്ടി മയക്കുമരുന്നും സെക്സ് ടൂറിസവും നാടിന്റെ മുഖമുദ്രയാക്കാൻ തീവ്ര ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ആ നീക്കങ്ങളുടെ ഒരു കുടച്ചക്രം കറങ്ങിയതാണ് മന്ത്രിയുടെ നാവിലൂടെ. ഇനി വാൽകഷ്ണം. മേയർ പതിയായ സച്ചിൻ ദേവ് എന്നൊരു MLAയെ നാടറിഞ്ഞത് മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കമുണ്ടായപ്പോഴാണ്. പ്രതിഭ എന്നൊരു MLA നാട്ടിലുണ്ടെന്ന് ആലപ്പുഴയിൽ പോലും നാലാൾ അറിയുന്നത് മകന്റെ പുകച്ചുരുളിയിലൂടെയാണ്. അപ്പോഴത് ശരിയല്ലേ? വലിച്ചാൽ വളരും, പ്രശസ്തിയും കൈവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.